വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. അബുദാബി ബാബ്സ് ഹിന്ദു ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസികൾക്ക് സമർപ്പിച്ചു. ബാബ്സ് ആത്മീയ ഗുരു മഹന്ത് സ്വാമി മഹാരാജ് ഉൾപ്പെടെയുള്ള പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങ്. ക്ഷേത്രം ഇന്ത്യയുടെയും UAE-യുടെയും സൗഹൃദത്തിന്റെ പ്രതീകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. फेस्टिवल ऑफ हार्मनी यानी कि संवादिता का महोत्सव रखा गया है, उसको सार्थक करे ऐसा एक निदर्शन अभी हम यहाँ देख रहे हैं. രാവിലെ 7:15 പ്രാണപ്രതിഷ്ഠയോടെയായിരുന്നു ചടങ്ങുകളുടെ തുടക്കം. 3 മണിക്കൂർ നീണ്ടു പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ. ബോജാസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമി നാരായൺ സംസ്ഥയ്ക്ക് കീഴിലാണ് ക്ഷേത്രം. ബാബ്സ് ആത്മീയ ഗുരു മഹന്ത് സ്വാമി മഹാരാജ് ഉൾപ്പെടെയുള്ള മുഖ്യ പുരോഹിതരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. വൈകിട്ട് UAE സമയം 5 മണിയോടെ സമർപ്പണ ചടങ്ങുകൾക്ക് തുടക്കമായി. വാദ്യഘോഷങ്ങളോടെയാണ് പ്രധാനമന്ത്രിയെ വേദിയിലേക്ക് ആനയിച്ചത്. अबुधाबी में भगवान स्वामीनारायण का ये मंदिर विविधता में एकता के उस विचार को नया विस्तार दे रहा है. 1 മണിക്കൂറോളം ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ പ്രധാനമന്ത്രി ഭാഗമായി. ഇന്തോ അറബ് സംസ്കാരങ്ങളെ കോർത്തിണക്കി പൂർണ്ണമായും ശില കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രത്തിൽ 7 പ്രധാന പ്രതിഷ്ഠകളാണുള്ളത്. UAE-യിലെ 7 എമിറേറ്റുകളെ പ്രതിനിധാനം ചെയ്യുന്ന 7 ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം. ദുബായ് അബുദാബി ഹൈവേയിലെ അബു മുറൈഖയിൽ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം. ഓൺലൈൻ വഴി ദർശനത്തിന് രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 18 മുതലാണ് പ്രവേശനം നൽകുക. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 1 മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനം. UAE-യുടെ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും തെളിവായി അബുദാബിയിലെ ഈ മണ്ണിൽ ഈ ശിലാക്ഷേത്രം എന്നും തല ഉയർത്തി തന്നെ നിൽക്കും. അബുദാബി BAPS ഹിന്ദു മന്ദിരത്തിൽ നിന്നും അരുൺ പാറാട്ട്, 24. ദ്വിദിന UAE സന്ദർശനം പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി ഖത്തറിലേക്ക് തിരിച്ചു. ദുബായ് ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു. 2 ദിവസത്തെ ഖത്തർ സന്ദർശനത്തിനിടെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ UAE സന്ദർശനത്തിന് പരിസമാപ്തിയായിരിക്കുകയാണ്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അബുദാബിയിൽ 2 ദിവസ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി എത്തിയത്. അബുദാബിയിൽ വിമാനമിറങ്ങി അദ്ദേഹത്തെ UAE പ്രസിഡന്റ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇന്നലെ അദ്ദേഹത്തിന് അഖിലൻ മോദി എന്ന പ്രവാസി ഇന്ത്യക്കാരെ കാണുന്ന മഹാസമ്മേളനം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു പരിപാടി മാത്രമാണ് പ്രധാനമന്ത്രി ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ അഖിലൻ മോദി മഹാസമ്മേളനത്തിൽ 3ാമതും അധികാരത്തിലെത്തിയാൽ ഇന്ത്യയെ 3ാമത് വലിയ ശക്തിയാക്കി മാറ്റും, അതോടൊപ്പം തന്നെ 2047 ഇന്ത്യ വികസിത രാജ്യമാക്കി മാറ്റും എന്നതുൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഈ ഒരു അഖിലൻ മോദി മഹാസമ്മേളനത്തിൽ വെച്ച് പ്രധാനമന്ത്രി നടത്തിയിരുന്നു. അതോടൊപ്പം അബുദാബി ഖസറുൽ വതനിൽ വെച്ച് UAE പ്രസിഡന്റുമായും അദ്ദേഹം പ്രത്യേക കൂടിക്കാഴ്ച ഇന്നലെ നടത്തിയിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയിൽ വെച്ച് ഇന്ത്യയുടെ UPA-യും UAE-യുടെ ANI-യും തമ്മിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാനമായ കരാറിൽ ഒപ്പിട്ടു. നിരവധി ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്ന ഒരു പ്രഖ്യാപനമാണ് ഈ ഒരു കൂടിക്കാഴ്ചയിൽ ഇന്നലെ ഉണ്ടായിരുന്നത്. ഇന്ന് പ്രധാനമന്ത്രിക്ക് 2 പരിപാടികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ദുബായിൽ നടന്ന ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു. നമുക്കറിയാം, ലോക സർക്കാർ ഉച്ചകോടിയിൽ ഇന്ത്യയായിരുന്നു ഇത്തവണത്തെ അതിഥി രാജ്യം. ഉച്ചയോടുകൂടി ലോക സർക്കാർ ഉച്ചകോടിയിലെത്തിയ പ്രധാനമന്ത്രി ഇവിടെ ലോകരാജ്യങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സർക്കാരുകളാണ് ഇന്നത്തെ ലോകത്തിന് ആവശ്യമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതോടൊപ്പം തന്നെ സാങ്കേതിക വിദ്യയെ മാറ്റത്തിന് വേണ്ടി എല്ലാ സർക്കാരുകളും ഉപയോഗിക്കാൻ തയ്യാറാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ക്രിപ്റ്റോ കറൻസി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിയമങ്ങൾ ഉണ്ടാകണമെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഈ ഒരു സമ്മേളനത്തിൽ വെച്ച് UAE വൈസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. വൈകിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി നടന്നത്. അത് അബുദാബിയിലെ BAPS ക്ഷേത്ര സമർപ്പണമായിരുന്നു. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി ഈ ഒരു ക്ഷേത്ര സമർപ്പണത്തിനായി എത്തിയത്. ഇവിടെ വെച്ച് ഈ അബുദാബിയിലെ ക്ഷേത്രം ഭക്തർക്കായി പ്രധാനമന്ത്രി സമർപ്പിച്ചു. ഇന്ന് രാത്രിയോടുകൂടി അദ്ദേഹം ഖത്തറിലേക്ക് യാത്ര തിരിച്ചു. സർവീസ് റദ്ദാക്കിയതിനെ തുടർന്ന് പരാതി നൽകിയ യാത്രക്കാർക്ക് 2 വർഷത്തിന് ശേഷം നഷ്ടപരിഹാരം നൽകാൻ സ്പൈസ് ജെറ്റ് വിമാന കമ്പനി. ജിദ്ദ കോഴിക്കോട് വിമാന സർവീസ് 2022 മെയ് മാസമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ ഇടപെടൽ മൂലമാണ് നഷ്ടപരിഹാരം ലഭിക്കാൻ വഴി തുറന്നത്. 2022 മെയ് മാസത്തിൽ ജിദ്ദ കോഴിക്കോട് സ്പൈസ് ജെറ്റ് വിമാനം മുന്നറിയിപ്പില്ലാതെ 3 തവണ സമയം മാറ്റുകയും പിന്നീട് സർവീസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. പലതവണ ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിയ യാത്രക്കാർക്ക്
കൂടുതൽ ടിക്കറ്റ് നിരക്ക് നൽകി മറ്റു വിമാനങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നു. യാത്രക്കാരനും പൊതുപ്രവർത്തകനുമായ ഇസ്ഹാഖ് പൂണ്ടോളി തനിക്കും 4 അംഗ കുടുംബത്തിനും നേരിട്ട പ്രയാസം ചൂണ്ടിക്കാട്ടി സ്പൈസ് ജെറ്റിന് പരാതി നൽകി. അനുകൂലമായ മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് പരാതി നൽകി. അതോറിറ്റിയുടെ ഇടപെടലുണ്ടായതോടെ ടിക്കറ്റ് ഒന്നിന് 7,555 രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ സ്പൈസ് ജെറ്റ് തയ്യാറായതായി ഇസ്ഹാഖ് പറഞ്ഞു. സ്പൈസ് ജെറ്റിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് കോൾ വരികയും സംസാരിക്കുകയും വീണ്ടും ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഞാനതിന് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ഗാക്കയുടെ നിർദ്ദേശം അവർ പാലിച്ചുകൊണ്ട് എൻ്റെ പരാതിക്ക് അടിസ്ഥാനത്തിൽ കോമ്പൻസേഷൻ നൽകാൻ വേണ്ടി സ്പൈസ് ജെറ്റ് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു ടിക്കറ്റിന് 7,555 ഇന്ത്യൻ രൂപ എന്ന നിലയിലാണ് അവർ കോമ്പൻസേഷൻ നൽകാൻ തയ്യാറായിട്ടുള്ളത്. വിമാന കമ്പനികളുടെ ഭാഗത്തു നിന്നും ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പരാതി നൽകിയാൽ നഷ്ടപരിഹാരം നേടിയെടുക്കാനാകുമെന്നും ഇസാഖ് പറഞ്ഞു. ആളുകളെ വഞ്ചിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന ഇത്തരം സർവീസുകൾക്കെതിരെ നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ നിയമപരമായി ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് പരാതിയുമായി പോയാൽ നമുക്ക് നമ്മുടെ അവകാശം കിട്ടുക തന്നെ ചെയ്യും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഗൾഫിലേക്കുള്ള പല വിമാന സർവീസുകളും വൈകുകയോ റദ്ദാകുകയോ ചെയ്യാറുണ്ട്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ യാത്രക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഇത്തരം അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. GCC രാജ്യങ്ങളിൽ പെട്രോൾ ഉൾപ്പെടെയുള്ള ഇന്ധനങ്ങളുടെ വില ഏറ്റവും കുറവുള്ള രാജ്യം കുവൈറ്റ് എന്ന റിപ്പോർട്ട്. ലോകത്ത് 5ാം സ്ഥാനത്താണ് കുവൈറ്റ്. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ച പ്രവാസികളുടെ എണ്ണം മൊത്തം ഡ്രൈവർമാരുടെ 55% വരും. സ്വദേശികളെ അപേക്ഷിച്ച് വിദേശികളാണ് ഇന്ധന ഉപഭോക്താക്കളിൽ കൂടുതലും. കുവൈറ്റിലെ ഇന്ത്യൻ ഹയർ എഡ്യൂക്കേഷൻ സെമിനാർ സംഘടിപ്പിച്ചു. ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർ സോയ്ക്ക് അധ്യക്ഷനായി. അൽറയാൻ ഹോൾഡിംഗ് CEO ലാന ഒക്മാൻ അലയ്യർ മുഖ്യാതിഥിയായി. ഡോക്ടർ അശ്വിൻ ഫെർണാണ്ടസ്, ഡോക്ടർ രാമകൃഷ്ണൻ രാമൻ, കുവൈറ്റിലെ മറ്റ് സർവകലാശാലകളിലെ ഫാക്കൽറ്റി അംഗങ്ങൾ, ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ തുടങ്ങിയവർ പങ്കെടുത്തു. സൗദി ദമാമിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ഇരിക്കൂർ സ്വദേശി ഷംസാദ് മേനോത്താണ് മരിച്ചത്. താമസ സ്ഥലത്താണ് മൃതദേഹം കണ്ടെത്തിയത്. ഒരാഴ്ച മുൻപാണ് ഒപ്പമുണ്ടായിരുന്ന കുടുംബം നാട്ടിലേക്ക് മടങ്ങിയത്. 10 വർഷമായി ഡ്രൈവർ ജോലി ചെയ്തു വരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ KMCC ഖത്തീഫ് സെൻട്രൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടങ്ങി. സപ്ലൈകോയിൽ 13 ഇന സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിക്കും. 7.5 വർഷങ്ങൾക്ക് ശേഷം സപ്ലൈകോ സബ്സിഡി കുറച്ചു. ഇനി പരമാവധി 35% വരെ മാത്രമേ സബ്സിഡി ലഭിക്കൂ. നേരത്തെ ഇത് 55%-ഓളമായിരുന്നു. ഭക്ഷ്യവകുപ്പിന്റെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്നാണ് തീരുമാനം. മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ബജറ്റിൽ കൂടി അവഗണിച്ചതോടെയാണ് നഷ്ടം നികത്താൻ പണം അല്ലെങ്കിൽ വില കൂട്ടാൻ അനുമതി എന്ന കടുംപിടുത്തത്തിൽ ഭക്ഷ്യവകുപ്പ് എത്തിയത്. ഡൽഹി ചലോ മാർച്ചിൽ നിന്ന് പിന്മാറാതെ കർഷക സംഘടനകൾ. ശംഭു അതിർത്തിയിൽ ഇന്നും കർഷകരും പോലീസും ഏറ്റുമുട്ടി. കണ്ണീർ വാതകം പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ തുരത്താൻ പോലീസ് നടത്തിയ നീക്കം വിജയിച്ചില്ല. സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച നേതാവ് അക്ഷയ് നർവാളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് കോൺഗ്രസ് മറ്റന്നാൾ രാജ്യവ്യാപകമായി പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. അതേസമയം കർഷക സംഘടനകളുമായി കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ചർച്ച നാളെ വൈകിട്ട് നടക്കും. പോലീസിന്റെ നിയന്ത്രണവും കണ്ണീർവാതകവും വകവയ്ക്കാതെ ഡൽഹി ചലോ മാർച്ചുമായി മുന്നോട്ടു പോകുകയാണ് കർഷകർ. ട്രാക്ടറുകളുമായി കൂടുതൽ കർഷകർ അതിർത്തിയിലെത്തി. ശംഭു അതിർത്തിയിൽ നിന്ന് യാത്ര ആരംഭിച്ചതിനു പിന്നാലെ കർഷകർക്ക് നേരെ പോലീസ് ഇന്നും കണ്ണീർവാതകം പ്രയോഗിച്ചു. കാലാവധി കഴിഞ്ഞ കണ്ണീർവാതക ഷെല്ലുകൾ കൊണ്ട് പുലർച്ചെയും ഇന്നലെ അർദ്ധരാത്രിയും പോലീസ് കണ്ണീർവാതകം പ്രയോഗിച്ചെന്ന് കർഷകർ ആരോപിച്ചു. സമരത്തിന് നേതൃത്വം നൽകിയ സംയുക്ത കിസാൻ മോർച്ച രാഷ്ട്രീയേതര വിഭാഗം നേതാവ് അക്ഷയ് നർവാളിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു. കർഷകർക്കെതിരായ നടപടികൾ തുടരുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ ആവർത്തിച്ചു. ഡ്രോൺ വഴിയുള്ള ടിയർ ഗ്യാസ് ആക്രമണത്തെ കർഷകർ പട്ടം പറത്തിയാണ് നേരിടുന്നത്. ഡ്രോണുകൾ പട്ടത്തിൽ കുരുക്കി തകർക്കുകയാണ് ലക്ഷ്യം. സിംഗു അതിർത്തിയിൽ ടിയർ ഗ്യാസ് പ്രയോഗത്തിന് തടസ്സം സൃഷ്ടിച്ച മാർഗരേഖ ബോർഡ് പോലീസ് നീക്കി. ഹരിയാനയിലെ 7 ജില്ലകളിൽ ഇന്റർനെറ്റ് നിരോധനം നീട്ടി. കർഷകർക്ക് പിന്തുണയറിയിച്ച് കോൺഗ്രസ് മറ്റന്നാൾ PCCകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമങ്ങൾ നടത്തും. കർഷകർക്ക് പിന്തുണയുമായി BSPയും രംഗത്തെത്തി. കർഷകർക്ക് കൂടുതൽ സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചതോടെ ഡൽഹി അതിർത്തികളിൽ പോലീസ് കനത്ത ജാഗ്രതയിലാണ്. അസാധാരണ നിയന്ത്രണത്തോടൊപ്പം ഇടറോഡുകൾ വെട്ടിമുറിച്ചുമാണ് സമരത്തെ ഡൽഹി പോലീസ് നേരിടുന്നത്.
സിംഗു അതിർത്തിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്നെ പിടികൂടാനുള്ള ദൗത്യം 4ാം ദിവസവും അവസാനിപ്പിച്ചു. ബാവലി മേഖലയിലെ ഉൾക്കാട്ടിൽ തുടരുകയാണ് ആന. ഒരു മോഴ ബേലൂർ മഖ്നയ്ക്കൊപ്പം കൂടിയതോടെ ദൗത്യം കൂടുതൽ ദുഷ്കരമാവുകയാണ്. ദൗത്യ സംഘത്തിന് നേരെ അക്രമാസക്തരായ 2 ആനകളും പാഞ്ഞെടുത്ത ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അതേസമയം വന്യമൃഗശല്യത്തിനെതിരെ കുറുക്കൻമൂലയിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇന്നലെ മുതൽ ബേലൂർ മഖ്നയ്ക്കൊപ്പമുണ്ട് മോഴയാന. ഇന്നും ഓരം പറ്റി നടപ്പാണ്. ബാവലി വനമേഖലയിൽ നിന്നാണ് ഇന്നത്തെ ആദ്യ റേഡിയോ കോളർ സന്ദേശം. പുലർച്ചെ 5:30-യോടെ ദൗത്യം തുടങ്ങി. ആൾപ്പൊക്കത്തിലുള്ള മുൾക്കാടുകൾ താണ്ടിയുള്ള RRT വെറ്ററിനറി സംഘങ്ങളുടെ മയക്കുവെടി ദൗത്യം ഇന്നും പക്ഷേ ഫലം കണ്ടില്ല. പലതവണ ആനയെ മുന്നിൽ കിട്ടി. പൊന്തക്കാട് തിരിച്ചടിയായി. ഒപ്പം മോഴയും. ദൗത്യസംഘത്തിന് നേരെ മോഴ പാഞ്ഞെടുത്തു. പടക്കം പൊട്ടിച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം 2 ആനകളും അക്രമാസക്തരായി ഓടിയെത്തി. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പടമലയിൽ നാട്ടുകാർ പന്തം കൊളുത്തി പ്രകടനം നടത്തി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അധികൃതരുടെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി നടത്തിയ പ്രകടനത്തിനൊടുവിൽ കുറുക്കൻമൂല കവലയിൽ വനംവകുപ്പിനോടുള്ള പ്രതിഷേധ സൂചകമായി വാഴ നട്ടു. 24 വയനാട്. സംസ്ഥാനത്ത് മലയോര മേഖലകളിൽ ഭീതി വിതച്ച് വന്യമൃഗങ്ങൾ. വയനാട് പടമലയിൽ കടുവയുടേതെന്ന് സംശയിക്കുന്ന ജീവിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാലക്കാട് ധോണിയിലും കഞ്ചിക്കോടും അട്ടപ്പാടിയിലും കാട്ടാനിറങ്ങി. കോഴിക്കോട് വിലങ്ങാട് കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വയനാട് പടമലയിൽ ബേലൂർ മഖ്നയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിനടുത്താണ് അജ്ഞാത ജീവിയെ കണ്ടത്. റോഡിന് കുറുകെ ജീവി പായുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. പ്രദേശവാസി ബഹളം വെച്ച് ആളുകളെ അറിയിച്ചപ്പോഴേക്കും അജ്ഞാത ജീവി അപ്രത്യക്ഷമായി. ഞാൻ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചു. ചേട്ടാ ആന വരുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആനയെന്ന് ആദ്യം ഞാൻ വിചാരിച്ചത്. ഓടി വരുമല്ല, എൻ്റെ പുറകെ എത്തി മേലെ കയറാൻ നോക്കുമ്പോൾ ഒരു തിണ്ടായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് കയറാത്ത കാരണം പെട്ടെന്ന് ഞാൻ സൈഡിലോട്ട് മാറി വാടെ എൻ്റെ തൊട്ട് പോയ പോലെ അങ്ങ് പോയി കടന്നുപോയി. ഞാൻ നേരെ നിന്നെങ്കിൽ എന്നെ അപ്പം പിടിച്ചേനെ. ജനവാസ മേഖലയിലെത്തിയത് കടുവയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരാഴ്ചക്കിടെ വയനാട്ടിലെ തൃശ്ശിലേരി ഭാഗത്തും പിലാക്കാവ് മണിയൻകുന്ന് ഭാഗങ്ങളിലും കടുവയിറങ്ങിയെന്ന് നാട്ടുകാർ പറയുന്നു. പുൽപ്പള്ളിയിലിറങ്ങിയ കടുവയെ പിടികൂടാൻ നടപടിയില്ലെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. കോഴിക്കോട് വിലങ്ങാട് ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഏറെ നേരം പ്രദേശത്ത് ഭീതി പടർത്തിയ ശേഷമാണ് ആനക്കൂട്ടം കാട് കയറിയത്. പാലക്കാട് ധോണിയിലും കഞ്ചിക്കോടും അട്ടപ്പാടിയിലും കാട്ടാന ഇറങ്ങി. ധോണിയിൽ സ്കൂളിനടുത്തെത്തിയ കൊമ്പൻ വാഴകൃഷി നശിപ്പിച്ചു. മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപന്നികൾ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്കും ഒപ്പമുണ്ടായിരുന്ന ആൾക്കും പരിക്കേറ്റു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കണ്ണൂർ കൊട്ടിയൂരിൽ മയക്കുവെടി വെച്ച് പിടികൂടിയ കടുവ ചത്തത് അണുബാധ മൂലമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ശ്വാസകോശത്തിലും വൃക്കയിലും അണുബാധ ഉണ്ടായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. കമ്പിവേലിയിൽ കുടുങ്ങിയപ്പോൾ കടുവ അവശനായെന്നും മയക്കുവെടി വെച്ചതോടെ ആരോഗ്യനില വഷളായെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. വയനാട് പൂക്കോടിലെ വെറ്റിനറി ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ. കൊട്ടിയൂർ പന്ന്യാമലയിൽ നിന്ന് പിടികൂടി തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റുന്നതിനിടെയാണ് കടുവ ചത്തത്. മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്ന നിയമ ഭേദഗതി വേണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി. കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്നതുൾപ്പെടെ 3 പ്രധാന ആവശ്യങ്ങളാണ് പ്രമേയത്തിലുള്ളത്. വന്യജീവി ആക്രമണങ്ങൾക്കുള്ള നഷ്ടപരിഹാരത്തുക ഉയർത്തണമെന്ന് സിദ്ദിഖ് MLA ആവശ്യപ്പെട്ടു. നഷ്ടപരിഹാരത്തുക ഉയർത്തുന്ന സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണെന്നും പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയാൽ ശരിയാകില്ലെന്നും വനം മന്ത്രി മറുപടി നൽകി. പ്രമേയം പാസാക്കിയതിലൂടെ നിയമസഭയെ അപഹാസ്യമാക്കിയെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ കുറ്റപ്പെടുത്തി. 3ാം സീറ്റിലുറച്ച് മുസ്ലിം ലീഗ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 3ാം സീറ്റ് ആവശ്യത്തിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിൽ UDF-ൽ സീറ്റ് വിഭജനം പ്രതിസന്ധിയിൽ. അനുനയത്തിന് വഴങ്ങേണ്ടതില്ലെന്നാണ് ഇന്ന് ചേർന്ന മുസ്ലിം ലീഗ് നേതൃയോഗത്തിലെ തീരുമാനം. പ്രതിസന്ധികൾക്കിടെ ഇന്ന് ചേരാനിരുന്ന UDF ഏകോപന സമിതി യോഗം മാറ്റിവെച്ചു. പാർട്ടി ആവശ്യപ്പെട്ടാൽ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുമെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ വ്യക്തമാക്കി. UDF ഏകോപന സമിതി യോഗം ചേരുന്നതിന് മുന്നോടിയായാണ് മുസ്ലിം ലീഗ് നേതൃയോഗം ചേർന്നത്. എന്തു വന്നാലും 3ാം സീറ്റ് ആവശ്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് നേതൃയോഗത്തിലെ തീരുമാനം. വയനാട് സീറ്റിനായി സമ്മർദ്ദം ചെലുത്തും. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തിയാൽ കണ്ണൂരോ വടകരയോ നൽകണമെന്നും ലീഗ് ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗിനെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ തലവേദന. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൂടി ലക്ഷ്യമിട്ടാണ് മുസ്ലിം ലീഗ് ഇപ്പോഴും ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. മത്സരിക്കാനില്ലെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ച പശ്ചാത്തലത്തിലാണ് കണ്ണൂർ സീറ്റ് ലക്ഷ്യമിട്ടുള്ള ലീഗിന്റെ കരുനീക്കം. എന്നാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് K. സുധാകരൻ വ്യക്തമാക്കി. പാർട്ടി എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല, പിന്നെ ഞാൻ പാർട്ടിക്കാരനാ. മത്സരിക്കണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കലല്ലേ അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ്റെ ഇത്. ഞാൻ എന്ത് പറയുന്നോ പാർട്ടി പറഞ്ഞ് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഈ 2 പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഒരു പോസ്റ്റിലേക്ക് തന്നെ ഒതുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനിടെ ഇന്ന് ചേരാനിരുന്ന UDF ഏകോപന സമിതി യോഗം മാറ്റിവെച്ചു. നിയമസഭാ സമ്മേളനം വൈകിയതിനെ തുടർന്നാണ് തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ യോഗം ചേരും. അന്നു തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ കൊല്ലത്ത് RSPയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. കൊല്ലത്ത് NK പ്രേമചന്ദ്രനും കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജുമാകും UDFന്റെ സ്ഥാനാർത്ഥികൾ. 24 തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന RJD അനുനയിപ്പിക്കാൻ LDF നീക്കം. RJD സംസ്ഥാന അധ്യക്ഷൻ ശ്രേയാംസ് കുമാറുമായി LDF കൺവീനർ EP ജയരാജൻ ചർച്ച നടത്തി. ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ രാജിവെക്കുമെന്ന RJDയുടെ നിലപാട് പിൻവലിക്കാൻ ചർച്ചയിൽ ധാരണയായി. സീറ്റ് ലഭിക്കാത്തതിനെതിരെ പരസ്യ പ്രതിഷേധവുമായി RJD രംഗത്തെത്തിയതിനു പിന്നാലെയാണ് EP ജയരാജന്റെ പ്രതികരണം. മുന്നണിക്കകത്ത് പ്രശ്നങ്ങളില്ലെന്നും ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് തീർപ്പാക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. RJDയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. തുടർന്ന് EP ജയരാജൻ RJDയെ ഔദ്യോഗികമായി ചർച്ചയ്ക്ക് വിളിച്ചു. സംസ്ഥാന പ്രസിഡന്റ് MV ശ്രേയാംസ് കുമാർ AKG സെന്ററിലെത്തി. സീറ്റ് നൽകാത്തതിൽ ശ്രേയാംസ് കുമാർ പ്രതിഷേധമറിയിച്ചു. അരമണിക്കൂർ നീണ്ട ചർച്ചയിൽ വിശദമായ ഉഭയകക്ഷി ചർച്ച നടത്താൻ തീരുമാനമായി. RJD പരസ്യ പ്രതിഷേധവും ബോർഡ് കോർപ്പറേഷൻ രാജിവെക്കുമെന്ന നിലപാടും പിൻവലിക്കാൻ ചർച്ചയിൽ ഇടതുമുന്നണി കൺവീനർ ആവശ്യപ്പെട്ടു. ചെറുകക്ഷികൾക്ക് വരെ മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ RJDയെ ഒഴിവാക്കിയതും പാർലമെന്റ് സീറ്റ് നിഷേധവും വരെ ചർച്ചയായതാണ് സൂചന. കടുത്ത നടപടികൾ നിർത്തിവെക്കാനും രാജി പിൻവലിക്കാനും തീരുമാനിച്ചതായി RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് ചർച്ചകളുടെ തുടക്കത്തിലെ ഇടതുമുന്നണിയിൽ ഉടലെടുത്ത കലാപക്കൊടിയാണ് അനുരഞ്ജന ചർച്ചയിലൂടെ താൽക്കാലികമായെങ്കിലും മറികടന്നിരിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക് 24. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് പ്രചാരണം ആരംഭിച്ച തൃശൂരിൽ പുതിയ മുദ്രാവാക്യവുമായി BJPയുടെ വ്യാപക ചുവരെഴുത്ത്. തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്നാണ് മണലൂർ മണ്ഡലത്തിലെ ചുവരെഴുത്ത്. സ്ഥാനാർത്ഥിയുടെ പേരെഴുതാതെയാണ് ചുവരെഴുത്തുകൾ. ദിവസങ്ങൾക്ക് മുൻപ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിയാണ് ചുവരെഴുത്തിന് തുടക്കം കുറിച്ചത്. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കാത്തതിനാൽ ഒരു ചുവരെഴുത്തിലും പേരില്ല. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി വിജയിച്ചാൽ കേന്ദ്രമന്ത്രി എന്നത് ഉയർത്തിക്കാട്ടി അണിയറയിൽ നീക്കം നടക്കുന്നതിനിടയിലാണ് പുതിയ മുദ്രാവാക്യവുമായുള്ള ചുവരെഴുത്ത്. മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിന് എന്ന മുദ്രാവാക്യം സംസ്ഥാന വ്യാപകമായി ഉയർത്തിക്കാട്ടുമ്പോഴാണ് തൃശൂരിന് കേന്ദ്രമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി എന്ന പ്രചാരണം. തൃശൂരിൽ ആര് മത്സരിച്ച് വിജയിച്ചാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഉറപ്പെന്നതിനാലാണ് ചുവരെഴുത്തെന്ന് BJP മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതികരിച്ചു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ആരാണോ NDAയുടെ സ്ഥാനാർത്ഥി വരുന്നത് ആ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രിയാണ്. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അതേസമയം ഇത് ഔദ്യോഗിക മുദ്രാവാക്യമല്ല എന്നാണ് BJP നേതൃത്വത്തോട് അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. 24 തൃശൂർ. CMRL കമ്പനിക്ക് നൽകിയ കരിമണൽ ഖനനാനുമതി സർക്കാർ റദ്ദാക്കിയത് മാസപ്പടി വിവാദം പുറത്തു വന്നതിന് പിന്നാലെയെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. കേന്ദ്ര നിയമപ്രകാരം 2019 തന്നെ സർക്കാരിന് ഖനനാനുമതി റദ്ദാക്കാമായിരുന്നു. എന്നാൽ 2023 ഡിസംബറിലാണ് അനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് ഉത്തരവിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതി ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലാണ് CMRLന് കരിമണൽ ഖനനാനുമതി ലഭിച്ചത്. അന്ന് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി നൽകാമെന്നായിരുന്നു. 2019 കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നു. അറ്റോമിക് ധാതുക്കൾ ഖനനം ചെയ്യാനുള്ള അനുമതി
പൊതുമേഖലയിൽ മാത്രം നിലനിർത്തിക്കൊണ്ടായിരുന്നു കേന്ദ്ര ഭേദഗതി. എന്നാൽ ഈ ഉത്തരവ് പുറത്തുവന്നിട്ടും കേരളത്തിൽ CMRL നൽകിയ ഖനനാനുമതി റദ്ദാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. 2023 ഡിസംബർ 18 ഖനനാനുമതി റദ്ദാക്കി വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയത്. 2020 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRL നിന്ന് പണം കൈപ്പറ്റിയെന്ന വിവരം പുറത്തുവന്നത്. അതായത് മാസപ്പടി വിവാദം പുറത്തുവന്നതിന് ശേഷം മാത്രമാണ് CMRL ഖനനാനുമതി നൽകിയ ഉത്തരവ് റദ്ദാക്കാൻ സർക്കാർ തയ്യാറായത്. കേന്ദ്ര നിയമം വന്നതിന് പിന്നാലെ തന്നെ സർക്കാരിന് വേണമെങ്കിൽ അനുമതി റദ്ദാക്കാമായിരുന്നുവെങ്കിലും 5 വർഷം വൈകിപ്പിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് കേന്ദ്ര സർക്കാർ ഖനനാനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തരവ് വൈകിപ്പിച്ചതെന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. ഈ ലീസ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞ് 2019 കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിട്ട്, ഡയറക്ഷൻ വന്നിട്ട് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് ഇന്നലെ രാജീവ് മന്ത്രിയും ആൻസർ പറഞ്ഞിട്ടില്ല. മാസപ്പടി വലിയ വിവാദമാവുകയും മാസപ്പടിക്ക് നൽകിയ സേവനം എന്താണ് എന്ന്, സേവനം നൽകാതെയാണ് വീണ വിജയൻ പണം വാങ്ങിയത് എന്നും. നാളെ നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ സഭയ്ക്ക് പുറത്ത് പ്രതിപക്ഷം വിവാദം സജീവമാക്കും. 24 തിരുവനന്തപുരം. ഫോക്കസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.